സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണ നടപടികൾ ആരംഭിച്ചു. ജനുവരി മാസത്തിലെ കൈകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വീണ്ടും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നേരത്തെയാകുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവന്നിരിക്കുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും എല്ലാ മാസവും കൃത്യമായി മുടങ്ങാതെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസത്തെ പെൻഷനും കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കളുടെ കുടിശ്ശിക പെൻഷൻ തുകയും ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും. ഇതിനായി 1500 കോടിക്കടുത്ത് ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള ധനസമാഹരണത്തിനാണ് സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. 300 മുതൽ 500 രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുന്നതോടുകൂടി ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസകരമായി തീരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതത്തിൽ 200 മുതൽ 500 രൂപയുടെ വരെ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ കേന്ദ്രവിഹിതം എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ തുകയുടെ വിതരണ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന് ജൂലൈ മാസത്തിൽ വരെ സമയപരിധി നീട്ടി നൽകിയതിന് പിന്നാലെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് കാറുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള നിയമ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ആളുകളെ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റിയതായി കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ 18% പിഴപ്പലിശയടക്കം പെൻഷൻ തുക തിരികെ അടക്കേണ്ടി വരും. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുന്നതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ പത്രപ്രവർത്തക പെൻഷൻ 13,000 രൂപയാക്കി ഉയർത്തിയതായി മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1500 രൂപ കൂട്ടിയതായാണ് പ്രഖ്യാപനം. നിലവിൽ 11,500 രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. 1,500 വീതം കൂട്ടുന്നതോടെ 13,000 രൂപയായി പെൻഷൻ തുക വർദ്ധിക്കും. മറ്റൊരു പ്രധാന അറിയിപ്പ് ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ എന്നുള്ളതാണ്. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദനീയമാക്കുകയും ചെയ്യും. നിലവിലുള്ള NPS-ൽ നിന്നും അഷേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഏപ്രിൽ 1-ന് അഷേർഡ് പെൻഷൻ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ഉത്തരവ് പുറത്തിറക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.